നമ്മുടെ നാട്ടിലെ കപട പുരോഗമനവാദികളായിട്ടുള്ള ലിബറലുകൾക്കും നിരീക്ഷരവാദികൾക്കും ഒരു പാഠം പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. നമ്മൾ പോകുന്നത് മെൽബണിലെ സ്റ്റേറ്റ് വിക്ടോറിയ ലൈബ്രറിയുടെ മുന്നിലേക്കാണ്. UK-യിലെ സ്പീക്കേഴ്സ് കോർണറിലൊക്കെ വ്യത്യസ്ത ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾ വളരെ മാന്യമായി കൊണ്ട് തന്നെ പരസ്പരം സംസാരിക്കാറുണ്ട്. ലോകത്തിലെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലും വ്യത്യസ്ത വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നവർ വളരെ മാന്യമായി തങ്ങളുടെ ആശയങ്ങൾ അവർ പ്രചരിപ്പിക്കുന്നു. അവിടെ ചെന്ന ഉടനെ തന്നെ കാണുന്നത് ഒരു ക്രൈസ്തവ വിശ്വാസിയാണ്. അദ്ദേഹം തൻ്റെ വിശ്വാസത്തെക്കുറിച്ചിട്ടുള്ള ഒരു ലഘുലേഖ എനിക്ക് തന്നു. നമ്മളെല്ലാം പാപികളാണെന്നും നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി യേശു ക്രിസ്തു കുരിശിൽ മരണപ്പെട്ടു എന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞ് എനിക്ക് ചില ചിത്രങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. If you put your trust on him, you go there. Okay. Because we are all fall short and sinners. അത് മാത്രമല്ല ഖുർആൻ സൂക്തങ്ങൾ വരെ ഖുർആൻ വചനങ്ങൾ വരെ എടുത്തു കാണിച്ചിരുന്നു. യേശു ക്രിസ്തു മരിച്ച ആളുകളെ ജീവിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് ഖുർആനിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന അതേ കാര്യം, അതായത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ആ ഒരു കാര്യം അദ്ദേഹം എന്തായാലും എനിക്ക് വായിച്ച് കേൾപ്പിച്ചു തന്നു. എന്തായാലും ഖുർആനിലെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് ബൈബിളിലെ യേശു ക്രിസ്തു എന്ന കാര്യത്തിൽ ഇവർക്കൊന്നും ഒരു സംശയമല്ല. പിന്നീട് നമ്മൾ പോയത് നമ്മുടെ ടേബിളിലേക്കാണ്. അവിടെ ദീനും മറ്റൊരു സുഹൃത്ത് ഇരിക്കുന്നുണ്ട്. രണ്ടുപേര് ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ്. ഒരാൾ ഓസ്ട്രേലിയക്കാരനും ഒരാൾ കൊളംബിയക്കാരനുമാണ്. രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ച് അതിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ദീനുമായി നമ്മൾ മുൻപ് ചാനലിൽ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ടേബിളിന് മുകളിൽ ഒരുപാട് ഖുർആൻ പ്രതികൾ കാണാൻ സാധിക്കും. ഈ ഖുർആൻ പ്രതികളെല്ലാം നമ്മൾ ഇവിടെയുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. പെട്ടെന്നാണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മളുടെ ടേബിളിന് മുന്നിലായിട്ട് മറ്റു ചില ആളുകൾ കൂടി അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഫാലുൻ ഗോങ് എന്നറിയപ്പെടുന്ന ഒരു ആത്മീയ പ്രസ്ഥാനമാണത്. ബുദ്ധിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്. ഇവർ തങ്ങളുടെ ആശയം ജനങ്ങളിലേക്ക് വിശദീകരിച്ചു കൊടുക്കുകയും അതിനുള്ള പിന്തുണക്കായി ആളുകളിൽ നിന്ന് ഒപ്പ് ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും മറ്റുള്ളവർ ചെയ്യുന്ന പോലെ തന്നെ അവരുടെ ആശയം അവർ പ്രചരിപ്പിക്കുന്ന പോലെ തന്നെ ഇസ്ലാം എന്താണെന്ന് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാനും നമ്മുടെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രബോധന പരിപാടികൾ നമ്മൾ ആരംഭിച്ചു. മറ്റുള്ളവർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ ടേബിളിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് സൗജന്യമായിട്ട് ഖുർആൻ നൽകുന്നു. ചില ആളുകളുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നു, അവർക്ക് നമ്മൾ ലഘുലേഖ നൽകുന്നുണ്ട്. Nothing like that. Both people. But do you know how Muhammad died or close to his death? Do you know how he came to die? But before that, you're okay with that one? First chain of narration back to Gospel of John, Gospel of Luke. We don't have anything. And there is no evidence that these people are actually the companions of Jesus Christ. There is no evidence. And the people of church people, church fathers, they said there are anonymous people. They are not sure who is actually Luke, who is actually John, who is actually Matthew. They don't have any idea. First of all, that's an important point. Okay. So we can't trust in Bible completely, and also we can see in New International Version ESV omitted words. The words are changed. Omitted words. So that's clear, right? Well, we can't trust the Quran either because Why? we don't have Jesus' word that was given to him from Allah during his time. You only have his word. The logic you were presenting before is that the reason why they abrogate the word male is because they were misusing that word, right? ഇസ്ലാമിന്റെ സുവർണ്ണ കാലഘട്ടത്തിൽ ഭരണകൂടത്തിന്റെ തണലിൽ പോലും ഇത്തരം ദഅവ പ്രവർത്തനങ്ങളും സമാധാനപരമായിട്ടുള്ള ആശയ ചർച്ചകളും സംവാദങ്ങളും ശക്തമായി നിലനിന്നിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിളായിട്ട് 10-ാം നൂറ്റാണ്ടിൽ അബ്ദുറഹ്മാൻ മൂന്നാമൻ ഖലീഫയുടെ കൊട്ടാരത്തിലെ പ്രധാന ഉപദേശകനായിരുന്നു യഹൂദ പണ്ഡിതനായ ഹസ്ദായി ഇബിൻ ഷാപ്പുത്ത്. മുസ്ലിം ഭരണാധികാരിയുടെ പിന്തുണയോടുകൂടി തന്നെ അദ്ദേഹം വടക്കൻ ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും പ്രമുഖ മുസ്ലിം യഹൂദ പണ്ഡിതന്മാരുമായി നിരന്തരം കത്തുകൾ കൈമാറിയിരുന്നു. ഇന്ന് നമ്മൾ ദഅവത്ത് നടത്തുന്നതിനിടയിൽ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവർ കുറച്ച് പ്രായമായിട്ടൊരു സ്ത്രീയാണ്. ഷഹാദത്ത് ചൊല്ലുന്ന സമയത്ത് അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാതിരുന്നത്. ചില ദിവസങ്ങളിൽ
ഈ ഒരൊറ്റ ടേബിളിൽ നിന്ന് മാത്രമായിക്കൊണ്ട് 7-8 പേരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചതായിട്ടൊക്കെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, സംസാരിക്കുക, ചർച്ച ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ്. അത് വളരെ സമാധാനത്തോടു കൂടി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും പരസ്പരം ചർച്ച ചെയ്യാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു വികസിത പുരോഗമിച്ച നാടിൻ്റെ അടയാളം എന്നുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെയും പുരോഗമനത്തെയും തടയുന്നത് നമ്മുടെ നാട്ടിലെ കപട പുരോഗമനവാദികളാണ്. അത്തരം ആളുകളെ പൊട്ടക്കിണറ്റിലെ തവളകൾ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. കാരണം ലോകത്തെക്കുറിച്ചോ ഇവിടെ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചോ അവർക്ക് യാതൊരു ബോധ്യവുമില്ല. എന്തായാലും വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.